തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ തട്ടുകടകളെല്ലാം തന്നെ ഇപ്പോൾ സുലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. അതായത് തിരുവനന്തപുരം നഗരത്തിലുള്ള ഹോട്ടലുകൾ അവരിപ്പോൾ റോഡുകളിലേക്കും തട്ടുകട എന്ന രൂപേണ അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. തട്ടുകട എന്ന കൺസെപ്റ്റ് തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങുന്നത് കുറഞ്ഞ പൈസയ്ക്ക് ഭക്ഷണങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. തട്ടുകടയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിലേക്ക് വർദ്ധിക്കാൻ കാരണം. അപ്പോൾ ഈ തട്ടുകടകളിലൊക്കെ വെച്ചിരിക്കുന്ന ഈ ഗൂഗിൾ UPI ID അതൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ, അവരുടെ ഫോൺ പേ അതൊക്കെ അവരുടെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ തട്ടുകടകൾക്ക് പിന്നിൽ വേറൊരു കട തന്നെ ഉണ്ട്. അതായത് വലിയ രീതിയിലുള്ള ഒരു ആഡംബര കടകൾ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പോലീസിന് മനസ്സിലായത്. അതിവിടെ ഈ അമ്പലമുക്ക്, കുറവൻകോണം ഭാഗങ്ങളിൽ ഇന്നലെ നടത്തിയ ഒരു പരിശോധനയിലാണ് ചില സ്ഥാപനങ്ങൾ, ചില ഹോട്ടലുകൾ വട്ടൂർക്കാവിൽ പ്രവർത്തിക്കുന്നു, ചിലത് പെറുക്കടയിൽ അവർക്ക് സ്വന്തമായി തന്നെ ഹോട്ടലുണ്ട്. അതിൻ്റെ ഒരു സബായിട്ട് ഒരു സഹോദര സ്ഥാപനം എന്ന നിലയിലാണ് തട്ടുകടകൾ എന്ന രീതിയിലേക്ക് വഴിവെക്കിലൊക്കെ പ്രവർത്തിക്കുന്നു. അത് ഹോട്ടലുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനേക്കാളും, അതായത് ഇപ്പോൾ ഒരു ദോശയ്ക്ക് ഇപ്പോൾ ഹോട്ടലുകളിൽ 10 രൂപ അല്ലെങ്കിൽ 12 രൂപ ആണെങ്കിൽ തട്ടുകടകളിൽ എത്തുമ്പോൾ ആ ഓരോ ഐറ്റത്തിന്റെ വില 2 മടങ്ങ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് തോന്നുന്ന രീതിയിലേക്ക് ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വില വാങ്ങുന്നു എന്നതാണ്, ഓരോ സാധനത്തിനും വില ഈടാക്കുന്നു എന്നതാണ് ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത്. അങ്ങനെയാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾക്ക് പിന്നിൽ ഒരു വലിയൊരു റാക്കറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നത്. സാധാരണക്കാരെ മറയാക്കി വൻകിട ഹോട്ടലുകളാണ് പലയിടങ്ങളിലായി ചെയിൻ മാതൃകയിൽ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുന്നു. കൂടാതെ അവരുപയോഗിക്കുന്ന എണ്ണകൾ, അതിൽ ഒരു പരിശോധന തന്നെ നടത്തിയപ്പോൾ അത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, ചിലതൊക്കെ 1 മാസത്തോളമായി പഴകിയ എണ്ണകളാണ് ഉപയോഗിക്കുന്നത്. ഈ എണ്ണകൾ പ്രധാനമായി എത്തുന്നത് ചില ഹോട്ടലുകൾ ഉപയോഗിച്ച് ഒരാഴ്ചയോളം തന്നെ ഉപയോഗിച്ച പഴകിയ എണ്ണകളാണ് ഈ തട്ടുകടകളിൽ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് വടകൾ ഉൾപ്പെടെ ചില പൂരികളൊക്കെ ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ പോലുള്ള മാംസങ്ങളൊക്കെ പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ പഴകിയതാണ്. അതിൻ്റെയൊക്കെ നിറം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ടാർ ഓയിലിന് സമാനമായ തരത്തിലുള്ള നിറങ്ങളാണ് ഇവർ ഈ ഓയിലുകളൊക്കെ, അതായത് ഈ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ ദിവസം കുറവൻകോണം ഭാഗത്ത് ഉൾപ്പെടെ അനധികൃത കടകൾ പോലീസ് ഒഴിപ്പിച്ചിരുന്നു. അതേസമയം ചിലയിടങ്ങളിൽ ഇത്തരം കടകൾ തിരികെ വരുന്നുണ്ട് എന്നതും ശക്തമായ നടപടികളിലേക്ക് തുടരാനാണ് അധികൃതരുടെ തീരുമാനം. കുറവൻകോണം മേഖലയിൽ നടത്തിയ പരിശോധനയിൽ കേവലം ഒരാൾക്ക് മാത്രമാണ് കച്ചവടം നടത്താനുള്ള ലൈസൻസ് ഉള്ളതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ വാഹനങ്ങളിലും മറ്റും കാലങ്ങളായി കച്ചവടം നടത്തിയിരുന്നവർ അനധികൃതമായാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൽ പലരുടെയും UPI അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇടപാടുകളുടെ കണക്കുകളാണ് പോലീസ് കണ്ടെത്തിയത്. ഇതെല്ലാം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വൻകിട ഹോട്ടലുകളുടെ അക്കൗണ്ടുമായി ഒത്തുനോക്കിയപ്പോൾ ഇതെല്ലാം ശരിയാണ് എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പഞ്ചായത്ത്, നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നിവയിൽ നിന്ന് ലൈസൻസ് നേടിയിരിക്കണം എങ്കിൽ മാത്രമേ വഴിയോരങ്ങളിൽ ഇതുപോലെ കച്ചവടം തുടങ്ങാനുള്ള അനുവാദം കിട്ടുകയുള്ളൂ. തെരുവ് കച്ചവടക്കാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നിയമപ്രകാരം നിശ്ചിത വെൻഡിംഗ് സോണുകളിൽ മാത്രമേ കച്ചവടം അനുവദിക്കാൻ പാടുകയുള്ളൂ. ഒരു കാരണവശാലും റോഡിൽ മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും തന്നെ കച്ചവടം നടത്താൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന നിയമത്തിൽ പറയുന്നുണ്ട്. റോഡ് കയ്യേറി നടത്തുന്ന കടകൾ അധികാരികൾ ഒഴിപ്പിക്കും. ഇപ്പോൾ നേരത്തെ റോഡുകളിൽ വീതി ഉണ്ടായിരുന്ന സ്ഥലത്ത് നിയമപ്രകാരം തട്ടുകടകൾ നടത്തിയിരുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. വിവിധ സർക്കാർ പദ്ധതികൾ പ്രകാരം ധനസഹായം ലഭിച്ചും അല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ഉപജീവന മാർഗമെന്ന നിലയിലുള്ള ഇത്തരം സംരംഭങ്ങൾ നടത്താൻ കേന്ദ്ര സർക്കാരൊക്കെ അനുമതി നൽകിയത്, സർക്കാർ അനുമതി നൽകിയത്, കോർപ്പറേഷനും അനുമതി നൽകിയത്. എന്നാൽ അടുത്ത കാലത്ത് ഇത്തരം സാധാരണക്കാരുടെ മറവിൽ പലയിടത്തും വൻകിട ഹോട്ടൽ ഉടമകൾ കയ്യേറ്റം നടത്തുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഈ ഹോട്ടലുകൾക്ക് പുറമെ കാറ്ററിംഗുകാരും ഇപ്പോൾ റോഡുകളിലെല്ലാം തന്നെ ഇപ്പോൾ തട്ടുകട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഭക്ഷണത്തിനും അതോടൊപ്പം തന്നെ വൻതോതിലും വില ഉയർന്നു എന്നത് മറ്റൊരു പ്രധാന കാര്യം. പലപ്പോഴും ഇതിലൊന്നും തന്നെ ഗുണനിലവാര പരിശോധനയോ അല്ലെങ്കിൽ വില നിർണ്ണയമോ നടക്കുന്നില്ല. ഹോട്ടലുകളിൽ നേരിട്ട് വിൽക്കുന്നതിനേക്കാൾ ഉയർന്ന വിലയാണ് പലയിടത്തും ഈടാക്കുന്നത്. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വന്നാൽ ഉടനെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ഈ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയും ഉണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. പല തട്ടുകടകളിലും ഭക്ഷണം എത്തിക്കുന്നത് വൻ ഹോട്ടലുകളിൽ നിന്നാണ്. ഇതേ ഗ്രൂപ്പുകൾ തന്നെ പലയിടത്തായി തട്ടുകടകൾ നടത്തുന്നുണ്ട്. ഒരേ സ്ഥലത്ത് പാകം ചെയ്ത വാഹനങ്ങളിൽ എത്തിച്ചാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. വഴുതക്കാട്,
പാളയം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശം, മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുൻവശം, പരുത്തിപ്പാറ, കാര്യവട്ടം ക്യാമ്പസിന് സമീപം തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായി അനധികൃത തട്ടുകടകൾ പ്രവർത്തിച്ചു വരുന്നു. ഒരു വർഷം മുമ്പ് പോലീസ് തട്ടുകടകൾ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ ചില രാഷ്ട്രീയക്കാരുടെയും മറ്റ് പിന്തുണയോടെ പലരും വീണ്ടും പ്രവർത്തനം തുടങ്ങി. ഇതോടെയാണ് വീണ്ടും നടപടികൾ ശക്തമാക്കിയത്. റോഡ് പൂർണ്ണമായും കയ്യേറിയാണ് പലരുടെയും പ്രവർത്തനം നടക്കുന്നത്. മാത്രമല്ല, പ്രവർത്തന സമയം കഴിഞ്ഞും ഷാമിയാന ഉൾപ്പെടെയുള്ളവ റോഡിന്റെ വക്കിൽ കൂട്ടിവെച്ചിട്ടാണ് പല കച്ചവടക്കാരും പോകുന്നത്. ഇത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. നടപ്പാതകളിൽ കൂടി തടസ്സമില്ലാതെ യാത്ര ചെയ്യുക എന്നത് ഒരു പൗരന്റെ മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി അടുത്തിടെ വിധിച്ച ഒരു കാര്യമാണ്. അതിനാൽ ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പോലീസിന് പൂർണ്ണമായ അധികാരമുണ്ട്. തട്ടുകടകൾ പ്രവർത്തിപ്പിക്കാൻ ഫുഡ് സ്ട്രീറ്റ് നിർണ്ണയിക്കാനുള്ള അധികാരം കോർപ്പറേഷനാണ്. ഇനി മുതൽ റോഡരികിൽ തട്ടുകടകൾ ആരംഭിക്കുന്നതിന് പോലീസ് അനുമതി കർശനമാക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർമാരാണ് അവർക്ക് മുന്നിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രദേശത്ത് പോലീസ് പരിശോധന നടത്തും. കട പ്രവർത്തിക്കുന്നത് കൊണ്ട് ഗതാഗത കുരുക്കോ മറ്റോ ഉണ്ടാകുമോ എന്ന് തുടക്കം പരിശോധിക്കും. അതിനുശേഷം മാത്രമേ അനുമതി നൽകുകയുള്ളൂ. പല തട്ടുകടകളും വൻകിടക്കാരാണ് നടത്തുന്നത് എന്ന് ബോധ്യമായിട്ടുണ്ട്. നിയമപരമായി കച്ചവടം നടത്താൻ കഴിയുന്ന സ്ഥലങ്ങൾ ഉടൻ തന്നെ നിശ്ചയിക്കും. അനധികൃത തട്ടുകടകൾ പോലീസിന്റെ സഹായത്തോടെ നീക്കുന്നത് തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഉൾപ്പെടെ പറയുന്നത്.